കഷ്ടമാണ്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ, എല്ലാവരും എന്തൊരു അടിപൊളിയായിട്ടാണ് ജീവിക്കണേ. എടാ ഇങ്ങനെ എനിക്ക് നിരന്തരം ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡ് ബിലീവ് ചെയ്യും ഇതാണ് ശരിയെന്ന്. ഇത് കഷ്ടമാണ്, അതേ കഷ്ടമാണ്, എങ്ങനെ കഷ്ടത്തിലാക്കാൻ പറ്റും എന്നായിരിക്കും എൻ്റെ ബ്രെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിൽ മാത്രമല്ല, നമ്മുടെ പുറത്തുള്ള ആളുകൾ ഒന്നാലോചിച്ചൊക്കെ വെറുതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടുത്തുന്ന, ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന പാരൻസും ഫാമിലി മെമ്പേഴ്സും. എന്തിനീ സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് വയലൻസ്, ത്രെറ്റ്, മൂവീസൊക്കെ ശരിക്കും കണ്ണുറന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള മൂവീസും കാര്യങ്ങളും, കംപ്ലീറ്റ് നെഗറ്റീവ് കണ്ടൻസ്. ഈ നെഗറ്റീവ് കണ്ടൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ബിലീവ് ചെയ്യുന്നത് എന്താ, ഇതാണ് ശരി, നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെഗറ്റീവ് തിങ്കിങ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കി, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ ഇല്ലാണ്ടാക്കി, നമ്മളൊന്നും അല്ലാണ്ടാക്കി മാറ്റും. എടാ ഒരു നടക്കാൻ പഠിക്കണം ഒരു കൊച്ചു കുഞ്ഞ് എത്രയോ പ്രാവശ്യം വീഴും, പിന്നെയും എഴുന്നേൽക്കും, പിന്നെയും വീഴും, പിന്നെയും എഴുന്നേൽക്കും. ഏതെങ്കിലും ഒരു അമ്മ ആ കുട്ടിയോട് പറയാണ്, മോനെ നീ ഇത്രയും ട്രൈ ചെയ്തതല്ലേ, ഇനി നീ തോൽക്കുള്ളൂ, അതുകൊണ്ട് നീ ഇനി ട്രൈ ചെയ്യണ്ട എന്നേതെങ്കിലും ഒരു അമ്മ പറയും. അമ്മമാർ പറയും, അല്ലെങ്കിൽ നമ്മുടെ കൂടുതലുള്ള ആളുകൾ എന്ത് പറയും, ഇറ്റ്സ് ഓക്കേടാ, നിനക്ക് പറ്റും, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കും. ആ സെയിം കൈൻഡ്നെസ് നമ്മൾ അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മളോട് തന്നെ കാണിക്കാറുണ്ടോ? നീ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യടാ, നീ എന്തിനത് ആലോചിച്ച് വിഷമിക്കണേ, അങ്ങനെ നമ്മളോട് എപ്പോഴെങ്കിലും പറയാറുണ്ടോ? പോസിറ്റീവായിട്ട് നമ്മൾ അങ്ങനെ നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ടോ? ഇവിടെ പുറമേ ചിരിക്കുന്ന എത്ര ആളുകളുടെ മനസ്സിൽ ഭയങ്കര വലിയ ഫൈറ്റ് നടക്കുന്നില്ലേ? മറ്റുള്ള ആൾക്കാർ പറയും നിന്നെ കാണാൻ ഒരു രസമില്ല, നീ ഇങ്ങനെ ഇല്ല, നിനക്കത് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് നമുക്കതിന് കഴിയില്ലെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കും നമ്മളെ മനസ്സിനെ. എന്നിട്ട് നമ്മളൊരു ഹെവി ഫീലിംഗിൽ ഇങ്ങനെ നടക്കും. എടാ നമ്മുടെ മനസ്സ് മണ്ണ് പോലെയാണ്, എന്താണ് അവിടെ നടന്നത് അതാ മുളയ്ക്കുള്ളൂ. ഇപ്പം നമ്മൾ ഭയമാണോ അല്ലെങ്കിൽ വിദ്വേഷമാണോ നമ്മളവിടെ നടന്നത്, അതായിരിക്കും മുളച്ചു വരാം. അതേസമയം നമ്മൾ സന്തോഷം, സമാധാനം, ഒരു പോസിറ്റിവിറ്റിയാണോ നമ്മൾ നടന്നത്, അതായിരിക്കും അവിടെ വളർന്നു വരാം. നമുക്കുള്ള ഒരുപാട് അറിവുകളുണ്ട്, കഴിവുകളുണ്ട്, നമുക്ക് നമ്മുടെ ആരോഗ്യം, കുടുംബം, നമ്മുടെ ഭക്ഷണം, നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ, ഇതിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായിരിക്കില്ലേ, ദൈവത്തിനോടും മനുഷ്യരോടും നമ്മളോട് തന്നെ നമ്മൾ ആ ഒരു നന്ദി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര ലൈറ്റായിട്ട് മാറും. അപ്പം എന്താണെന്ന് അറിയോ, ഭയങ്കര മനസ്സമാധാനമുള്ള, സന്തോഷമുള്ള, പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡിന് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തകൾ എന്താക്കും, നമ്മൾ നെഗറ്റീവിന് പകരം പോസിറ്റീവ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരും. അങ്ങനെയാണല്ലോ അല്ലേ? അതാണ്.